ഹായ്. അപ്പോൾ നമ്മുടെ ചാനലിന്റെ റവന്യൂ എത്രയാണ്? നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരാം. 2024 ഒക്ടോബറിലാണ് ഞാൻ ഈ ചാനൽ ആരംഭിക്കുന്നത്. അതായത് ഏകദേശം 1 വർഷവും 2 മാസവും. ചാനൽ ആരംഭിച്ച് ഏതാണ്ട് ഒരു 4 മാസങ്ങൾക്ക് ശേഷമാണ് എന്റെ മോണിറ്റൈസേഷൻ ഓൺ ആവുന്നത്. ഇതിനിടയിൽ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം എനിക്കൊരു 3-4 മാസത്തോളം വരുമാനം ഉണ്ടായിരുന്നില്ല. സോ ആകെ മൊത്തം നോക്കിയാൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ 14 മാസം. ഇതിനിടയിൽ ഏതാണ്ട് 7-8 മാസത്തോളം നമുക്ക് വരുമാനമില്ല. ഇനി ബാക്കി വരുന്ന 5-6 മാസങ്ങൾ കൊണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം ഏകദേശം $772 അത് ഏതാണ്ട് നമ്മുടെ നാട്ടിലെ 70,000-ഓളം രൂപ. ഇത് നമുക്ക് ഒറ്റയടിക്കാണോ കിട്ടുന്നത്? അല്ല. ഈ കിട്ടിയ തുകയെ ഏതാണ്ട് 5-6 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണയും എനിക്ക് കിട്ടിയ തുക നമുക്ക് മനസ്സിലാവും. ഇതൊരു വലിയ തുകയാണോ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങളിൽ ചിലർക്ക് 70,000 വലിയ തുകയായിരിക്കാം, ചിലർക്ക് അതല്ലായിരിക്കാം. ആൻഡ് ഇതൊരു പെർ മന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാർഡ്ലി ഇറ്റ്സ് ലൈക്ക് 10,000, 12,000 അത്രയേ വരുള്ളൂ. അപ്പോൾ ഞാൻ മെയിൻലി ഷോർട്സ് ആണ് ചെയ്യുന്നത്. ഷോർട്സ് ചെയ്യുന്നവർക്ക് എപ്പോഴും ലോങ് വീഡിയോസ് ചെയ്യുന്നവരെക്കാൾ വരുമാനം കുറവായിരിക്കും. എന്തുകൊണ്ട് ഞാൻ ലോങ് വീഡിയോസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെതായ എഫേർട്ടും നമ്മൾ ഇടേണ്ടി വരും. എന്നെ സംബന്ധിച്ച് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ആദ്യം ഒരു തമാശയായിരുന്നു. പിന്നെ അതിൽ കുറച്ച് ആളുകളായപ്പോൾ അതിന് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയി കാണാൻ തുടങ്ങി. പക്ഷേ അതിനുവേണ്ടി ഞാനൊരു പരിധി വിട്ട് എഫേർട്ട് ഞാൻ ഇടുന്നില്ല. ഒന്നാമത് അങ്ങനെ ഒരു എഫേർട്ട് ഇടാനുള്ള സമയം എൻ്റെ കയ്യിലില്ല. സോ വിത്ത് സച്ച് ലീസ്റ്റ് എഫേർട്ട് ഫ്രം മൈ സൈഡ് ഐ തിങ്ക് ഇപ്പം ഈ കിട്ടുന്ന പൈസ അതൊരു നല്ല പൈസ തന്നെയാണ്. ആൻഡ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത്, നിങ്ങൾ ഷോർട്സ് വീഡിയോസ് മാത്രം ഇടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ സാധിക്കും. എന്നാൽ ലോങ് വീഡിയോസ് ഇടുന്ന ഒരാളുടെ അത്രയും വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലായത്, തുടർച്ചയായി ഷോർട്ട് വീഡിയോസ് ഇടുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു ലോങ് വീഡിയോ ഇട്ടാൽ അതിന്റെ റീച്ചും വളരെ കുറവായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഇതുപോലുള്ള നമ്മുടെ നോൺ കണ്ടന്റ് റിലേറ്റഡ് വീഡിയോസിൽ ഞാൻ സ്ഥിരം പറയാറുള്ളത് പോലെ ഇതൊന്നും ഒരു മെയിൻ, നിങ്ങളുടെ ലൈഫിൽ ഒരു മെയിൻ അജണ്ടയായി ഈ വീഡിയോസ് ഇടുന്നതും യൂട്യൂബും പരിപാടിയും അങ്ങനെ ഒരു മെയിൻ കാര്യമായി കാണരുത്. നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ, നിങ്ങളുടെ പഠിപ്പായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, അത് നിലനിർത്തുക, നല്ല രീതിയിൽ നിലനിർത്തുക. അതിനുശേഷം ഒരു ടൈം പാസ് എന്ന നിലക്ക് നിങ്ങൾക്കിതും ട്രൈ ചെയ്യാവുന്നതാണ്.